കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ സന്തോഷകരമായ ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സെൻറ്ററിൻ്റെ സൺഡേ സ്കൂളിൻ്റെ താലന്ത പരിശോധനയുടെ ബന്ധത്തിൽ ഇവിടെ ഇപ്രകാരം കൂടി വരുവാൻ നമ്മെ സഹായിച്ചു. ഇതിൻ്റെ ഈ പ്രാരംഭ സമയത്ത് ഈ ഉദ്ഘാടന മീറ്റിങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന സൺഡേ സ്കൂളിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ സന്തോഷ് മാസ്റ്റർ, അതുപോലെ തന്നെ ഇവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ അനുഗ്രഹീതമായി സൺഡേ സ്കൂൾ അനുഗ്രഹീതമായി നേതൃത്വം നൽകുന്ന സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ബിപിൻ മാസ്റ്റർ, അതുപോലെ സൺഡേ സ്കൂളിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന പ്രിൻസിപ്പൽ ടീച്ചർ, ട്രഷററായിരിക്കുന്ന പ്രിയ രതീഷ് സാറ്, അതുപോലെ ഈ താലന്ത് പരിശോധനയിലെ താലന്ത് കൺവീനറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാക്സൺ പാസ്റ്റർ, മറ്റ് സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികൾ, സിനിയാൻഡി തുടങ്ങിയ എല്ലാ ഭാരവാഹികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രത്യേക വന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് പ്രവർത്തിച്ച് ആരംഭിച്ച നമ്മുടെ സെൻറ്ററിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഷാജി പാസ്റ്റർ, അതുപോലെ ബഹുമാന്യരായ ജഡ്ജസ് പ്രിയ സിജോ പാസ്റ്റർ, പ്രിയ ബിപിൻ പാസ്റ്റർ, ജയ് ദേവദാസനെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രത്യേക വന്ദനം അറിയിക്കുന്നു. അതുപോലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, രക്ഷിതാക്കൾ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായ നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ എന്ന് അവരുടെ കഴിവുകൾ, ഇവർക്ക് കൊടുത്ത കഴിവുകൾ ഇവിടെ തെളിയിക്കുവാൻ ഒരു മത്സരമല്ല, അതിനവരെ ഒരു ഉത്സവമായി ഈ സംരംഭത്തെ വിജയിപ്പിക്കുവാനിലൂടെ കടന്നു വന്നിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സൺഡേ സ്കൂളിന് വളരെ പ്രൗഢമായ ഒരു വലിയ ചരിത്രമുണ്ട്. ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൺഡേ സ്കൂൾ എന്നുള്ളത്. പലപ്പോഴും സൺഡേ സ്കൂളിന് അർഹമായൊരു പ്രാധാന്യം നമ്മുടെ സഭകളിൽ ഉണ്ടോ എന്നതൊരു ചോദ്യമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാം. കുറച്ച് രക്ഷിതാക്കളുണ്ട്, കുറച്ച് അധ്യാപകരുണ്ട്, കുറച്ച് കർത്താവിൻ്റെ ദാസന്മാർ. ഞാൻ വിട്ടുപോയൊരു കാര്യം, വിവിധയിടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർ പലരും ഇവിടെ ഉണ്ട്. അവർക്ക് പ്രത്യേകം വന്ദനം അറിയിക്കുന്നു. ആമേൻ. പ്രാധാന്യം പലപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്, അത് കുറവാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് ഒന്നാമതായി രക്ഷിതാക്കളുടെ ഭാഗത്ത് തന്നെയാണ്. രണ്ട്, നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ നാളുകളിൽ ദൈവസഭയെ നയിക്കേണ്ട അവരെക്കുറിച്ചുള്ളൊരു വലിയ ദർശനം പേറി വേണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ. നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കുറിച്ച് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സഭയിലുള്ള നമ്മുടെ സെന്ററിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളും അവർ നമ്മുടെയാണ്. അവരെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകും. അവർ നമ്മുടെ മക്കളാണ്. അവരെക്കുറിച്ചൊരു ദർശനം നമ്മുടെ അകത്തുണ്ടാകണം. അവരെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാകണം. ഇന്നിവിടെ നമ്മൾ കൂടി വന്നത് കേവലം ഒരു മത്സരത്തിന് വേണ്ടി ആകരുത് ഇതിനെ അർപ്പിക്കുക. പകരം ഇതൊരു ഉത്സവമായി, ഒരു വലിയ സന്തോഷ സമയങ്ങളായി മാറട്ടെ. ആരോഗ്യപരമായ ഒരു മത്സരം, അല്ലെ? മത്സരത്തിനിടയിലുണ്ട്. ജയിക്കുക എന്നുള്ളതിലുപരി ദൈവം നമുക്ക് തന്ന കഴിവുകൾ എവിടെ എന്ത് ചെയ്യാം, അത് പ്രദർശിപ്പിക്കുക. അതുള്ള അവസരമായി തന്നെ എടുക്കുക. അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഇതിനകത്തെല്ലാം ദൈവത്തെ മുൻനിർത്തി തന്നെ വേണം നമ്മൾ. ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, എൻ്റർടൈൻമെൻ്റ് ആണ്. അതിനേക്കാൾ ഉപരി കർത്താവിനെ മുൻനിർത്തി തന്നെയായിരിക്കണം നമ്മുടെ താലന്ത് പരിശോധനയാകട്ടെ, നമ്മുടെ സകല പ്രവർത്തനങ്ങളും ആ നിലയിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ഇതൊരു ദൈവമുമ്പിൽ വിലപ്പെട്ടൊരു കാര്യമാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ഇന്നത്തെ താലന്ത് പരിശോധനയെ സമീപിക്കാം.
ഒരു സന്ദേശം കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്നവർ പ്രിയപ്പെട്ട ഏവരും ആത്മാർത്ഥമായി സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളാണല്ല, പക്ഷേ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്. എവിടെയായാലും ഞാൻ ഈ സെൻട്രൽ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെ ഓർത്ത് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം ദൈവം എന്നോട് അതിന് ഇടപെട്ടത് കൊണ്ട് ഞാൻ ഒരു ചിന്ത കൈമാറുകയാണ്. എനിക്കറിയാം, എന്നേക്കാളധികം ആത്മഭാരത്തോടെ പ്രവർത്തിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളവരെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ എൻ്റെ ഒരു കർത്തവ്യം എന്ന നിലയിൽ ഇവിടെ കൈമാറി. എനിക്ക് ഈ പുതിയ ഈ ഭരണസമിതി ഓർത്തിട്ട് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ പെരിന്തൽമണ്ണ സെൻറ്ററിലെ സൺഡേ സ്കൂൾ ചില വർഷങ്ങൾക്ക് മുമ്പ് അത് എന്താ പറയുക, അതൊരു സൈഡിലൂടെ അങ്ങനെ പോവായിരുന്നു. എന്നാൽ അതിനെ വേർതിരിച്ച് ശക്തമായൊരു പ്രവർത്തനമാക്കി മാറ്റിയെടുത്തത് ഇപ്പോഴും അത് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ വളരെ വ്യത്യസ്തമായ, വളരെ ശക്തമായ വളർച്ചയുടെയും ഉയർച്ചയുടെയും മാറ്റത്തിൻ്റെയും ചുവടുവെപ്പുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കർത്തൃദാസന്മാരെ, നേതൃത്വങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സെക്രട്ടറി വിപിൻബാസ് എപ്പോഴും പറയുന്നത്, എവിടെ ചെന്നാലും ഈ ഒരു ശുശ്രൂഷയാണ് എൻ്റെ മേലിൽ ഇരുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു അതിനെക്കുറിച്ചൊരു വലിയ പദ്ധതിയാണ്. നമുക്ക് ഈ ഭരണസമിതിയോട് കൂടെ നിൽക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെ നിൽക്കാം, നമ്മുടെ രക്ഷിതാക്കളെ നമുക്ക് ഉത്സാഹിപ്പിക്കാം. കുടുംബങ്ങളിൽ നിന്ന് വേണം സൺഡേ സ്കൂളിന്റെ പ്രവർത്തനത്തിന്റെ ശക്തി പുറത്തു വരാൻ. അവിടുന്ന് തുടങ്ങണം, കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. കുറച്ച് രക്ഷിതാക്കളുണ്ട്, എനിക്ക് കുഞ്ഞുണ്ട്, നമ്മളൊക്കെ രക്ഷിതാക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദർശനം വേണം. സൺഡേ സ്കൂളിനെ കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ച് ഒരു ദർശനം നമുക്ക് വേണം. അവർ നമ്മേക്കാൾ അധികമായി നാളുകളിൽ യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുക, സുവിശേഷത്തിന്റെ കൊടി ഉയർത്താൻ. ഈ ലോകത്തിന്റെ മോഹങ്ങളുടെ പുറകെ ഓടി വീണു പോകുന്ന തലമുറകൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ അകത്തൊരു തീ കത്തണം, കനലെരിയണം. പ്രാർത്ഥനയിൽ നമ്മൾ അതിനെ ജ്വലിപ്പിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ താലന്ത് പരിശോധന വളരെ അനുഗ്രഹമായി തീരുവാൻ, അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലും ഇതിന് അനുഗ്രഹമാകട്ടെ. ജഡ്ജസിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നിന്നുള്ള കുഞ്ഞുങ്ങളെ ദൈവർക്ക് വിലപ്പെട്ട കഴിവുകൾ കൊടുത്തു. ഞാൻ കാണുക, ഇവിടെ എഴുതുന്ന, പ്രസംഗിക്കുന്ന, പാടുന്ന, അവർക്ക് ദൈവം കൊണ്ട് വിവിധ നിലകളിൽ അവരുടെ കഴിവ് പ്രയോജനപ്പെടുന്നു. അവിടെ തീരരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച നാളുകളിൽ അവർ ദൈവത്തിന് വേണ്ടി എഴുതും, അല്ലേ? അവർ പ്രസംഗിക്കും, അവർ പ്രവർത്തിക്കും. ഈ കഴിവുകൾ ഇവിടെ 4 പോയിന്റ് സഭയ്ക്ക് മേടിച്ചു കൊടുത്ത് തീരാനുള്ളതല്ല, മറിച്ച് ഇത് ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്, ദൈവത്തിന് ആവശ്യമുണ്ട്. നമുക്കതുകൊണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധി എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ, ഈ താലന്ത് പരിശോധനയിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. കർത്താവേ, ഞങ്ങളുടെ സെന്ററിലെ സൺഡേ സ്കൂളിന്റെ താലന്ത് പരിശോധന ഇത്രത്തോളം കർത്താവേ ആമേൻ അനുഗ്രഹിച്ച് ഇന്നിവിടെ ആരംഭിക്കത്തക്കവണ്ണം നീ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ താലന്ത് പരിശോധനയെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവം നൽകിക്കൊടുത്ത കഴിവുകളെ പ്രദർശിപ്പിക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഏറ്റവും നന്നായി അവർക്ക് ഇന്നിവിടെ അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുവാൻ ദൈവവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മത്സരത്തിനപ്പുറം ഈ പ്രോഗ്രാമിന് ആവേശം ഒരു ഉത്സവമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ്.
ഞങ്ങളുടെ കുഞ്ഞു മക്കൾ തുടങ്ങി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ. പ്രത്യേകമായ കൃപ അവർക്ക് കൊടുക്കണമേ. ക്ഷീണമോ പ്രയാസങ്ങളോ ഭാരങ്ങളോ കൺഫ്യൂഷൻസോ ടെൻഷൻസോ ഒന്നുമില്ലാതെ ഏറ്റവും നന്നായിട്ട് ഇവിടെ പെർഫോം ചെയ്യുക ദൈവം അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ അധ്യാപകരെ, ഇതിന്റെ ഈ താരന്ത പരിശോധന നടത്തിപ്പുകാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ ജഡ്ജസിനെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായ ദൈവകൃപ അവരുടെ മേൽ ചൊരിയേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളും ഏറ്റവും അനുഗ്രഹമായി തീരണം. യാതൊരു വിധമായ പ്രയാസങ്ങളോ തടസ്സങ്ങളോ കൺഫ്യൂഷനുകളോ തർക്കങ്ങളോ ഇടർച്ചകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കൂടാതെ ഏറ്റവും മനോഹരമായി അനുഗ്രഹമായി ഈ താരന്ത പരിശോധന ആരംഭിച്ച് പര്യവസാനിപ്പിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവാത്മാവിന്റെ നടത്തിപ്പും സഹായവും സാന്നിധ്യവും ഞങ്ങൾ ചോദിക്കുന്നു കർത്താവേ. നീ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ താരന്ത പരിശോധനയെ സ്വർഗീയ പിതാവേ അവിടുത്തെ പൊന്നുകരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭ പെരിന്തൽമണ്ണ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ഈ വർഷത്തെ താലന്ത് പരിശോധനയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. Por